കൂട്ടുകാർക്കും നമസ്കാരം. BNS എന്ന് പറയുന്ന ഭാരതീയ ന്യായ സംഹിതയെക്കുറിച്ചുള്ള ക്ലാസ്സാണ് ഇതിലൂടെ നിങ്ങൾ തരുന്നത്. ഇപ്പോൾ വരാൻ പോകുന്ന പോലീസ്, WCPO ആയാലും CPO ആയാലും IRP ആയാലും അതിനൊക്കെ 20 മാർക്കിന് ചോദിക്കുന്ന ഈ ഒരു ചോദ്യ സീരീസ് ആണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. അതിലാദ്യമായിട്ട് നമ്മൾ എടുക്കുന്നത് 14ാമത്തെ വകുപ്പാണ്. BNSൽ 14ാമത്തെ വകുപ്പ്. BNSൽ മൊത്തം 20 അധ്യായങ്ങളാണ്, ചാപ്റ്റേഴ്സാണ് ഉള്ളത്. അതിൽ 358 വകുപ്പുകളുണ്ട്. നമുക്കറിയാം, പഴയ IPCക്ക് പകരം വന്നതാണ്, ഇന്ത്യൻ പീനൽ കോഡിന് പകരം വന്നതാണ് BNS, ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നത്. 2024 ജൂലൈ 1 വന്നത്. ഈ ഒരു സെക്ഷൻ പറഞ്ഞ ശേഷം അതിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൂടി ഞങ്ങൾ തരാം. അപ്പോൾ ഈ സെക്ഷനിൽ നിങ്ങൾ പഠിക്കേണ്ടത് എന്താണിത് എന്നുള്ള കാര്യമാണ് ആദ്യം അറിയേണ്ടത്. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള 14 സെക്ഷൻ പറയുന്നത്, ഒരു വ്യക്തി നിയമപ്രകാരം ബന്ധിതനാണ് എന്ന് വിശ്വസിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വസ്തുത തെറ്റിയുള്ള പ്രവൃത്തി മൂലം അദ്ദേഹം ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിനെ കുറ്റക്കാരനായിട്ട് കാണാൻ പറ്റില്ല. പൊതുവായ ഒഴിവാക്കലിന് അദ്ദേഹത്തെ വിധേയനാക്കും. ജനറൽ എക്സെപ്ഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾ IPCയിൽ പഠിച്ചിട്ടുണ്ട്. ഇത് 14 തൊട്ട് 44 വരെയുള്ള സെക്ഷൻസിലാണ് ഇതിനെ പ്രതിപാദിക്കുന്നത്. അധ്യായം 3 വരുന്നത്. നിയമത്തിൻ്റെ ബാധ്യസ്ഥതയിൽ അദ്ദേഹം ചെയ്യുന്ന ഒരു നല്ല വിശ്വാസത്തോടെ ചെയ്യുന്ന പ്രവൃത്തി ഒരു കുറ്റകരമായി കണക്കാക്കാൻ പറ്റില്ല. അതിനൊരു ഉദാഹരണം ഞാൻ തരാം. ഒരു സൈനികൻ, അദ്ദേഹത്തിൻ്റെ പേര് ജിതിൻ, നിയമത്തിൻ്റെ കൽപ്പനകൾക്കനുസൃതമായിട്ട് തൻ്റെ ഉദ്യോഗസ്ഥൻ പറഞ്ഞ ഉത്തരവ് അനുസരിച്ച് ഒരു ജനക്കൂട്ടത്തിന് നേരെ അദ്ദേഹം വെടിയുതിർക്കുകയാണ്. അപ്പോൾ അതിൽ ആ സൈനികനായ ജിതിൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കാരണം ഉത്തരവ് പ്രകാരം അദ്ദേഹം ചെയ്ത കൃത്യമാണ്. അതിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്തൊരു എക്സാമ്പിൾ പറയാം. ഒരു കോടതിയായിട്ട് ബന്ധപ്പെട്ട് കോടതിയിലെ ഉദ്യോഗസ്ഥൻ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വിധിച്ചു, ഉത്തരവിട്ടു. അപ്പോൾ അതിൻ്റെ കൃത്യമായ അന്വേഷണം നടന്ന ശേഷം ഈ കുറ്റക്കാരനായിട്ട് വിധിച്ച ആൾ അല്ല യഥാർത്ഥ കുറ്റവാളി എന്ന് തിരിച്ചറിയണം. അതായത് ആൾ മാറിപ്പോവുക എന്നൊരവസ്ഥ വരികയാണെങ്കിൽ ഈ കോടതിയിൽ ശിക്ഷ വിധിച്ച ഉദ്യോഗസ്ഥൻ കുറ്റക്കാരനാവത്തില്ല. ഓക്കെ, അത് മാറി എന്നുള്ളത് ആൾ മാറിപ്പോയി, ചില പ്രത്യേക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആൾ മാറിപ്പോയി എന്നുള്ളതാണ് തെറ്റ്. അതിനൊരു ഉദാഹരണം നമുക്ക് നോക്കാം. രാകേഷിനെ അറസ്റ്റ് ചെയ്യാൻ കോടതി ഉദ്യോഗസ്ഥനായ വിനോദിനോട് നിർദ്ദേശിക്കുകയുണ്ടായി. അന്വേഷണത്തിന് ശേഷം വിനോദ് അമിത്തിനെ രാകേഷാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് അറസ്റ്റ് ചെയ്തത്. വിനോദിൻ്റെ ഈ പ്രവൃത്തി നിയമവിരുദ്ധമല്ല. കാരണം നിയമപരമായ ബാധ്യത നിറവേറ്റുന്നതിനിടയിൽ ഉദ്യോഗസ്ഥന് വസ്തുതാപരമായ വന്ന ഒരു തെറ്റാണിത്. അന്വേഷണത്തിൻ്റെ പാകപ്പിഴയിൽ പറ്റിപ്പോകുന്ന ഒരാൾമാറാട്ടമായിട്ട് അത് കൂട്ടാം. അതായത് ചില അടയാളങ്ങൾ വെച്ചിട്ട് ഒരാളെ അയാളാണെന്ന് ധരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ BNS 14 പ്രകാരം അദ്ദേഹം ആ ഒരു കേസിൽ നിന്നും രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വകുപ്പിൽ നിങ്ങൾക്ക് ഡൗട്ടൊന്നുമില്ലല്ലോ. നിയമപ്രകാരം വരുന്ന ഉത്തരവ് അനുസരിച്ചുകൊണ്ട് ഒരാൾ ഒരു നല്ല വിശ്വാസത്തോടെ ചെയ്യുന്ന കൃത്യത്തിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ, നല്ല വിശ്വാസത്തോടുള്ള കൃത്യമാണെങ്കിൽ അദ്ദേഹം പൊതുവായ ഒഴിവാക്കലിന് വിധേയമാകും. നമുക്ക് ഭാരതീയ ന്യായ സംഹിതയുടെ ഒരു ചെറിയൊരു ഇൻട്രോ ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം. ഇപ്പോൾ വരാൻ പോകുന്ന ഈ രീതിയിലുള്ള ഫസ്റ്റ് പാറ്റേൺ ക്വസ്റ്റ്യനാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഏറ്റവും ബേസിക് ലെവലിൽ ചോദിക്കൂ, എങ്കിലും ചെറിയൊരു അഡ്വാൻസ് ലെവലിൽ പഠിച്ചു വെച്ചിരിക്കുക. ഇനി വരുന്ന കാലയളവിൽ ചോദിക്കുമ്പോൾ കുറച്ചുകൂടെ ഹാർഡ്നെസ് കൂടും. അപ്പോൾ ഈ BNS ഭാരതീയ ന്യായ സംഹിത, ഇതിനെ ഇന്ത്യൻ ജസ്റ്റിസ് കോഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് ഇന്ത്യയിലെ ഔദ്യോഗിക ക്രിമിനൽ കോഡാണ്. അത് ഇന്ത്യൻ ശിക്ഷാ നിയമം IPCക്ക് പകരമായിട്ട് 2023 ഡിസംബറിൽ പാർലമെൻറ്റ് പാസ്സാക്കിയതിന് ശേഷം 2024 ജൂലൈ 1 പ്രാബല്യത്തിൽ വന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ലോക്സഭയിൽ പാസ്സായ ഡേറ്റ് പഠിച്ചു വച്ചിരിക്കുക. 23 ഡിസംബർ 20 രാജ്യസഭയിൽ പാസ്സായത് തൊട്ട് പിറ്റേ ദിവസം ഡിസംബർ 21, 2023. ഈ നിയമം അംഗീകരിച്ചത് ഇന്ത്യൻ പ്രസിഡൻ്റായ ദ്രൗപദി മുർമു ആണ്. അപ്പോൾ ഇത് അംഗീകരിച്ചത് ഡിസംബർ 25, 2023. ഈ 3 ഡേറ്റുകളും പഠിക്കുക. ഡിസംബർ 20, 2023 ലോക്സഭ പാസ്സാക്കി. രാജ്യസഭ ഡിസംബർ 21, 2023 പാസ്സാക്കി. ഗവർണറല്ല, രാഷ്ട്രപതി അംഗീകരിച്ചത് 2023 ഡിസംബർ 25. നിയമം പ്രാബല്യത്തിൽ വന്നത് 2024 ജൂലൈ 1. ഈ ഡേറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ ഇതിലൊന്ന് ശ്രദ്ധിച്ചിരിക്കുക, ഇത് ഒരു തവണ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും അത്
ഭൂരിപക്ഷം കിട്ടാതെ പോവുകയും രണ്ടാമത് അവതരിപ്പിച്ചാണ് വീണ്ടും പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സാധിച്ചത് എന്നൊരു കാര്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ അവതരണത്തിലാണ് പാസ്സാക്കപ്പെട്ടത്. ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ്. ആദ്യം അത് ഡിസംബർ 12 പരിചയപ്പെടുത്തുകയുണ്ടായി. പാസ്സാക്കിയെടുക്കാൻ കഴിഞ്ഞത് രണ്ടാമത് ഡിസംബർ 20 പ്രാധാന്യമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ 20 പുതിയ കുറ്റകൃത്യങ്ങൾ കൂട്ടിച്ചേർക്കുകയും റദ്ദാക്കിയ IPCയിലെ 19 വ്യവസ്ഥകൾ ഒഴിവാക്കുകയും ചെയ്തു. 33 കുറ്റങ്ങൾക്ക് തടവ് ശിക്ഷയും 83 കുറ്റങ്ങൾക്ക് പിഴ ശിക്ഷയും വർദ്ധിപ്പിച്ചു. 23 കുറ്റങ്ങൾക്ക് നിർബന്ധിത മിനിമം ശിക്ഷ നടപ്പിലാക്കി. 6 കുറ്റങ്ങൾക്കാണ് കമ്മ്യൂണിറ്റി സർവീസ് എന്ന ശിക്ഷ നിലവിൽ വന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, 6 കുറ്റങ്ങൾക്ക് കമ്മ്യൂണിറ്റി സർവീസ് എന്ന ശിക്ഷ നിലവിൽ വന്നു. ഇതിൽ പെടുന്ന കുറ്റകൃത്യങ്ങളെന്ന് പറഞ്ഞാൽ ശരീരത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ, പിന്നെ സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ, സ്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ, ഭരണകൂടത്തിന് എതിരായ കുറ്റകൃത്യങ്ങൾ. അതിൽ രാജ്യദ്രോഹത്തെ ഒരു കുറ്റമായി നീക്കം ചെയ്യുന്നു. പകരം ഇന്ത്യയുടെ പരമാധികാരവും ഐക്യത്തെയും അഖണ്ഡതയും അപകടപ്പെടുത്തുന്ന പ്രവൃത്തികൾക്ക് ഒരു പുതിയ കുറ്റം കൊണ്ടുവന്നു. പൊതുജനങ്ങൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ, ഇതിൽ പരിസ്ഥിതി മലിനീകരണം, മനുഷ്യക്കടത്ത് തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ചേർക്കുന്നു. അതായത് IPCയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി സെക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുള്ളൂ എന്നൊരു കാര്യമാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഇതിൽ അധ്യായവും പിന്നെ വകുപ്പും പരിശോധിക്കുകയാണെങ്കിൽ അതായത് പ്രാഥമിക ഘട്ടം പ്രിലിമിനറി എന്ന് പറഞ്ഞ് നമ്മൾ IPCയിൽ പഠിച്ചിട്ടുള്ള ഒരു സെക്ഷൻ ഇതിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ അധ്യായം 1 വരുന്നു. അതിൽ 1 തൊട്ട് 3 വരെയുള്ള ക്ലോസുകളാണ് വരുന്നത്. ശേഷം അധ്യായം 2 4 തൊട്ട് 13 വരെയുള്ളതാണ്. അതിൽ വരുന്നുണ്ട്. ഇനി മൂന്നാമത്തേലാണ് പൊതുവായ ഒഴിവാക്കലുകൾ വരുന്നത്. അത് ക്ലോസുകൾ 14 തൊട്ട് 44 വരെ വരുന്നുണ്ട്. അതിൽ ഈ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശത്തെക്കുറിച്ച് 34 തൊട്ട് 44 വരെ പ്രതിപാദിക്കുന്നുമുണ്ട്. ഇനി അധ്യായം 4 45 തൊട്ട് 62 വരെയാണ്. ഇനി അടുത്തത് അധ്യായം 5 ക്ലോസുകൾ 63 തൊട്ട് 99 വരെ പ്രതിപാദിക്കുന്നു. അതിൽ ലൈംഗിക കുറ്റകൃത്യങ്ങൾ വരുന്നുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അത് 63 തൊട്ട് 73 വരെയാണ്. പിന്നെ സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങളെക്കുറിച്ച് 74 തൊട്ട് 79 വരെ. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത സെക്ഷൻ വരുമ്പോൾ പഠിക്കാം. ഓക്കെ, അപ്പം ഈ സെക്ഷൻ ആദ്യം നിങ്ങളിത് പഠിച്ചിരിക്കേണ്ട എത്ര അധ്യായമുണ്ട്, എത്ര ക്ലോസ് ഉണ്ട്, അതായത് എത്ര വകുപ്പുണ്ട്. പിന്നെ ഇതിലിപ്പോൾ 14ാമത്തെ വകുപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലുള്ള എക്സാമ്പിൾ സഹിതമൊന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഇതിൽ പറഞ്ഞ ഡേറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് പഠിച്ചിരിക്കുക.